നമ്മുടെ കോമ്പച്ചേട്ടൻ പറഞ്ഞ് നല്ല വില കുറച്ച് ഞണ്ട് വാങ്ങിത്തരാമെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ പൊണ്ടാട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞ് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചേര്, ഞാൻ ഇപ്പം ഞണ്ടുമായിട്ട് വരും. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ കോമ്പച്ചേട്ടന്റെ രണ്ട് ഫ്രണ്ട്സിനെ അവന്മാരാണെങ്കിൽ നല്ല കിഡിലെ സ്നെയിൽ ഫ്രൈ ആണ് അത്രയും അടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശംഖ് ഒച്ചെന്നൊക്കെ പറയത്തില്ലേ, ഇതാണ്ട് ആ കാണുന്ന ഐറ്റം. ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു പ്രിയപ്പെട്ട ആഹാരമാണ് ഇവൻ. അങ്ങനെ സ്നെയിൽ ഫ്രൈ ഒക്കെ കഴിക്കുന്ന കണ്ടിട്ട് നടന്ന് നടന്ന് മാർക്കറ്റിലെത്തി. എവിടെ നോക്കിയാലും ഉണക്കമീനും സ്മോക്ക്ഡ് ഫിഷും മാത്രം. കുറച്ചു ദൂരം ചെന്നപ്പോ ഞാൻ പറഞ്ഞ് നമുക്ക് തിരിച്ചു പോവാം, എനിക്ക് ഈ സ്മെല്ല് അങ്ങോട്ട് പിടിക്കുന്നില്ല, ഭയങ്കര നാറ്റം. കോമ്പച്ചേട്ടൻ പറയുവാണേ, എന്റെ പൊന്നു ബോസ്മാൻ, മീൻ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ മുല്ലപ്പൂവിന്റെ മണം ഉണ്ടാവുമോ, നിങ്ങളൊന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് വാന്നേ. അങ്ങനെ കുറച്ചു ദൂരവും കൂടി ഉള്ളിലോട്ട് ചെന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതുപോലെ നിന്നിട്ട് പറഞ്ഞു, ബോസ്മാൻ ദേ ഇരിക്കുന്ന ഞണ്ട്, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് മേടിച്ചോ, നമുക്ക് പരിചയമുള്ള ചേച്ചിയാണ്, വില കുറച്ച് തരും. ഹൈ, ഇതെന്തോന്ന് ഞണ്ട്, ഉണക്ക ഞണ്ടോ? എനിക്ക് ഈ ഞണ്ട് വേണ്ട, എനിക്ക് ഫ്രഷ് ഞണ്ടാണ് വേണ്ടുന്നത്. കോമ്പച്ചേട്ടൻ ദേഷ്യത്തോടു കൂടി ചോദിക്കുവാണ്, ഇത്രയും ദൂരം നടന്നു വന്നിട്ട് നിങ്ങൾക്ക് ഞണ്ട് വേണ്ടെന്നോ, അതും നല്ല സ്മോക്ക്ഡ് ഞണ്ട്. ഞാൻ പറഞ്ഞേ, ഈ ഉണക്ക ഞണ്ടും കൊണ്ട് എനിക്ക് എന്റെ വീട്ടിലോട്ട് കയറാനൊക്കത്തില്ല, നിനക്ക് വേണമെങ്കിൽ കുറച്ച് വാങ്ങിച്ചോ, പൈസ ഞാൻ കൊടുക്കാം. അങ്ങനെ ഒരു 3-4 പാർട്ട് ഞണ്ട് വാങ്ങിക്കൊണ്ട് നമ്മുടെ കോമ്പച്ചേട്ടൻ പറയുവാണേ, ബോസ്മാൻ എനിക്ക് എപ്പോഴും ചക്കയും കപ്പയൊക്കെ ഉണ്ടാക്കി തരുന്നതല്ലേ, അതുകൊണ്ട് ഇന്ന് ഞാൻ കൊണ്ടുപോയി ഈ ഞണ്ട് കറി വെച്ച് ബോസ്മാൻ കൊണ്ടുതരാം. എന്താ ഒരു സ്നേഹം.